തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി.ജെ. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിൽ. ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടിയത്. അധ്യാപകന്റെ കൈപ്പത്തി വെട്ടി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് പിടിയിലാകുന്നത് നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ്. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിൽ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെ പ്രതി ബാംഗ്ലൂരുവിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നാണ് പ്രതി പിടിയിലാകുന്നത്. ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനിന്ദ ഉണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആ സാധു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചത്. 2010 ജൂലൈ 4-നായിരുന്നു ജോസഫ് മാഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ഒരു പറ്റം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ജോസഫ് മാഷിന്റെ കൈപ്പത്തി അറുത്ത് മാറ്റി റോഡിലേക്ക് വലിച്ചെറിഞ്ഞത്. ഈ ദാരുണ സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നത് ഭാര്യയ്ക്കും സഹോദരിക്കുമായിരുന്നു. സംഭവം നേരിൽ കണ്ട ട്രോമയും തുടർന്നുണ്ടായ പ്രതിസന്ധികളും താങ്ങാൻ കഴിയാതെ വന്നതോടെ ജോസഫ് മാഷിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ചേർത്ത് നിർത്തേണ്ടിയിരുന്ന സഭയും രാഷ്ട്രീയ പാർട്ടിക്കാരും അന്ന് ജോസഫ് മാഷിനെ ഒറ്റപ്പെടുത്തി കോളേജിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അങ്ങോട്ട് ആ മനുഷ്യന് ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രതിസന്ധികൾ മാത്രമായിരുന്നു. എല്ലാം തരണം ചെയ്ത് നഷ്ടങ്ങൾ സഹിച്ച് പൊരുതി നിന്ന ജോസഫ് മാഷിന് വൈകിയാണെങ്കിലും നീതി കിട്ടി. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സവാദിന് ശിക്ഷ കൂടി വാങ്ങിക്കൊടുക്കാൻ കഴിയണം. എങ്കിലേ ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾക്ക് കുറച്ചെങ്കിലും പരിഹാരമാകൂ. സി ന്യൂസ്, കോഴിക്കോട്.